ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അത് വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പം ഞങ്ങൾ റെൻറ്റിനാട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മാറി വേറൊരു സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പം ഇവിടെ മൊത്തം വൃത്തിയാക്കുകയാണ് കേട്ടോ. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവർ വൃത്തിയാക്കി തന്നൊന്നുമില്ല. പരിസരമൊക്കെ മൊത്തം അകം വൃത്തിയാക്കി ഏകദേശം അവർ തന്നു, പക്ഷെ പുറമൊന്നും അവർ വൃത്തിയാക്കി തന്നില്ല കേട്ടോ. അപ്പം മൊത്തം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും. ഒന്നാമത് മഴയല്ലേ. വലിയ കഷ്ടപ്പാട് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീട് മാറുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ഓർത്തു പോകുന്നത് നമുക്ക് വീടുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. നമുക്കിപ്പം വീടുണ്ട്, പക്ഷെ അത് നമുക്ക് അങ്ങോട്ടേക്ക് താമസിക്കാൻ പറ്റില്ല, റോഡ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വലിയൊരു കുഴിയിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ താമസിക്കാൻ സൗകര്യക്കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം എൻ്റെ ഹസ്ബൻഡ് JCB ഓപ്പറേറ്ററാണെന്ന് പറഞ്ഞപ്പോൾ വണ്ടി ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റെൻറ്റിന് വീടെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു സ്ഥലമൊക്കെ വിറ്റിട്ട് വേറൊരു വീട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇപ്പോൾ ഇടുക്കിയാണെങ്കിൽ കൂടി ഇവിടെയൊക്കെ നല്ല വിലയാണ് ഭൂമിക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വീട് മേടിക്കലൊക്കെ പാടാം. അപ്പോൾ അതുകൊണ്ട് അവിടെയാണെങ്കിൽ കുറച്ച് ഏലമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വിറ്റ് കളയാനും പറ്റില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെൻറ്റിന് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, എൻ്റെ ജിൽ ചിന്നുവിലെ എല്ലാവരും തന്നെയാണ് നമുക്ക് ഇതിലും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിലിടുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം വ്ളോഗ്സൊക്കെ തുടങ്ങാൻ ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. വ്ളോഗൊക്കെ ഇട്ട് നമുക്ക് വിശേഷം ഇട്ടാണെങ്കിൽ ഒരുപാട് പരിചയമുണ്ട്, പക്ഷേ വ്ളോഗ് ഇട്ട് അങ്ങനെ പരിചയമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കട്ടെ. വീടിൻ്റെ അകമൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാം. വീടിൻ്റെ അകമൊക്കെ ഏകദേശം ക്ലീനാക്കി കഴിഞ്ഞു. ഞങ്ങൾ ഞായറാഴ്ചയോട് കൂടി ഇങ്ങോട്ടേക്ക് വരാനാണ് ഇരിക്കുന്നത്. അറിയില്ല, ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമുണ്ട് നമുക്ക് ഇവിടെ, എന്നാലും മോട്ടറിന് എന്തോ കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് അവരത് ശരിയാക്കാൻ കൊണ്ടേക്കുക. അപ്പോൾ അതിൻ്റെ താമസം വരുമോയെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ താമസിച്ചിരുന്ന വീട് മാറുകയാണ്. അത് മാറുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല, നമുക്കവിടെ മക്കൾക്ക് സ്കൂള് കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇവിടെ ആണെങ്കിൽ സ്കൂൾ അടുത്തുണ്ട്, പിന്നെ അവിടെ കുറച്ച് റെൻറ്റും കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ച് റെൻറ്റും കുറവുണ്ട്, അത്യാവശ്യം സൗകര്യമുള്ള വീടുമാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണാം അല്ലേ. ബാ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഇതാണ് പരിസരത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ താമസിച്ചവരിത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ അടിച്ചുവാരലും തൂക്കലും പിറക്കലും ഒന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നതേ, കണ്ടില്ലേ മൊത്തം അഴുക്കായിട്ട് കിടക്കുക. ചേട്ടൻ അതെല്ലാം കോരി അപ്പുറത്തേക്ക് ഇടുവാണ്. ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ക്ലീനിങ് തുടങ്ങിയതാണ് കേട്ടോ. അകത്ത് അവർ കുറച്ചൊക്കെ ശരിയാക്കി എങ്കിൽ പോലും മറ്റുള്ളവർ താമസിച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ പെയിൻ്റ് അടിച്ച് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അകമൊക്കെ ഒന്ന്, ഇതിപ്പം ഈ കാണുന്നതുണ്ടല്ലോ, ഇത് വർക്ക് ഏരിയ ആണേ. ഇതൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം മാറാല പിടിച്ച് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇത് വർക്ക് ഏരിയ ആണ്. അകത്ത് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ക്ലീൻ ചെയ്തു, ഇന്നലെ വന്ന് ക്ലീൻ ചെയ്തു. പക്ഷേ ഇവിടെ പരിസരം മൊത്തം ക്ലീൻ ചെയ്യണം. ഇന്നിപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലു ആണേ സ്കൂളിൽ പോയില്ല. നമുക്ക് അറിയാലോ, എനിക്ക് 2 മക്കളാണ് ഉള്ളത്, അല്ലുവും കുഞ്ഞാറ്റ സ്കൂളിൽ പോയി. അല്ലുവിന് ജലദോഷവും പനിയൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് അല്ലു സ്കൂളിൽ പോയില്ല. അല്ലു ഇതേ ഞങ്ങളുടെ കൂടെ മണ്ണും ചെളിയൊക്കെ കോരി നടക്കുക. ഇതിലും ഭേദം സ്കൂളിൽ പോകുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തണുപ്പടിച്ചൊക്കെ നിൽക്കണ്ടായിരുന്നല്ലോ. ഇത് ഇവിടം വരെ ആട്ടോ, ഇത് അതിരാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് അതിര്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ജാതിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ ഇത് കണ്ടോ ജാതിയാണ് ഇതേ, കണ്ടില്ലേ, അതിൽ ജാതിക്ക നിപ്പുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. ഇത് ജാതിക്കാണ് നിൽക്കുന്നത്, ജാതിക്ക. പിന്നെ ഇതാണ് ഏലം. ഇതാണിപ്പോൾ ഏലത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളുടെ ഇവിടെ വേനൽക്കാലം വന്നതിൽ പിന്നെ, വേനൽക്കാലം എന്നല്ല പറയേണ്ടത്, അതിരൂക്ഷമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടോ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ഏലം. ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ മക്കളെപ്പോലെ നോക്കിക്കൊണ്ട് വരുന്നതാണ് ഈ കർഷകരെ. പക്ഷെ എന്ത് ചെയ്യാനാന്ന് ഓർത്തോണം, ഒരു വേനൽ വന്നു കഴിഞ്ഞാൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ചേട്ടായിയാണ് ഇങ്ങോട്ട് മണൽ വാരി എറിയുക. ഞാനങ്ങോട്ട് മാറട്ടെ. അത് മണലായിരുന്നു ചേട്ടായി.
കൊച്ചു മാറി നിന്നു. അല്ലൂനാണേ തൂമ്പയൊക്കെ കണ്ടിട്ട് സമാധാനമില്ല. അല്ലൂന് അതൊക്കെ ഒന്ന് എടുത്ത് ചെളിയിലൊക്കെ ഒന്ന് കുഴയ്ക്കണം. അത് മണലാണിത്. ഇപ്പൊ ഈ മണൽ കിട്ടാനില്ലല്ലോ. ഇപ്പൊ ഈ പാറപ്പൊടിയല്ലേ എല്ലാരും ഉപയോഗിക്കുന്നേ. ഇത് ഇവരുടെ സ്ഥലം തന്നെയാണ് കേട്ടോ, നമ്മൾ വാടകയ്ക്ക് എടുത്തവരുടെ സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ ഒന്നും തെളിച്ചൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല അവര്. ഇത് ബോർബൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ബോർബൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ബോർബൽ. ഇങ്ങോട്ടേക്കാണ് വെള്ളം നമുക്ക് ഉള്ള ടാങ്കാണ്. അപ്പം വെള്ളം ഇപ്പം തൽക്കാലം വെള്ളത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ മോട്ടർ അടിച്ചിട്ട് കയറുന്നില്ല. അതുകൊണ്ട് അവർ അത് ശരിയാക്കാൻ വേണ്ടി മോട്ടർ കൊടുത്തിരിക്കുക. അപ്പം നമ്മൾ ഇനി മുതൽ ലൈവൊക്കെ വരും കേട്ടോ. അപ്പം ലൈവൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൊക്കെ വരണേ. അപ്പം ലൈവ് ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം നമുക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ലൈവ് പോകാം. നമ്മുടെ പുതിയ ചാനലാണ്, 2-3 ദിവസം ആയതേ ഉള്ളൂ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. നമുക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ ജിൽജിൽ ചിന്നുവിലെ എൻ്റെ എല്ലാ ചേച്ചിമാരും അമ്മമാരും എൻ്റെ അനിയത്തിമാരും അതുപോലെ ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ മിക്സ്ഡ് ആണ്, എല്ലാ പ്രായത്തിലെ ആൾക്കാരും ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മാക്സിമം എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പം നമ്മുടെ ജിൽജിൽ ചിന്നുവിലെ വീഡിയോസ് കുറച്ചാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കുമേ. ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ, വീട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ വീട് നമ്മളിനി ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടി, ഇതെല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാൻ വീട് കാണിച്ചു തരാമേ. കണ്ടോ, ഈ വീട്ടിലാണ് ഞങ്ങളിനി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലായിരിക്കും ഇനി, നമ്മൾ ഈ വീട്ടിൽ നിന്നായിരിക്കും ഇനി വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഇച്ചിരി കാടും പടപ്പൊക്കെ ആയിട്ട് കിടക്കുക. അതൊക്കെ ഇനി തെളിക്കാനുണ്ട്. ഇതാണ് വീടിൻ്റെ അകം. ഇപ്പം നമ്മൾ സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല കേട്ടോ. ഇതാണ് വീടിൻ്റെ അകം. ഇത് ഹോള്. ഇത് ഒരു റൂം. ഇതിപ്പോൾ ഉണ്ടല്ലോ, അവർ പ്ലാസ്റ്റിക് എങ്ങാണ്ട് ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ഈ തറയിലിടുന്ന ഒരു സൈസ് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അതായിരുന്നു ആ ഒരു ഇത് ഇട്ടിട്ട് അത് ഞങ്ങൾ കളഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്കത് മേടിച്ചിടണം. അത് പഴയതായിട്ട് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമൻറ്റ് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു പാട് പോലെയാണ് കാണുന്നത്. ഇതൊക്കെ അതെ കേട്ടോ. പക്ഷെ നല്ല നല്ല മുറികളൊക്കെയാണ് കേട്ടോ, നല്ല നല്ല മുറികളാണ്. പെയിൻ്റ് അടിച്ച് അവർ തന്നില്ല. പക്ഷെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഈ വീട് നമ്മൾ പെയിൻറ് ചെയ്താൽ നമ്മുടെ ഇതിൽ നിൽക്കില്ല. നമ്മുടെ ഈശോപ്പച്ചൻ്റെ ഫോട്ടോ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അടുക്കളയിലേക്ക് പോകാൻ ഇതാണ്, അടുക്കളയിൽ വെട്ടമില്ലെന്നേ. അടുക്കളയിലെ ലൈറ്റ് തൽക്കാലം ഓഫാക്കിയിട്ടേക്കോ കണ്ടവർ. ഇതാണ് കേട്ടോ കിച്ചൺ. ഇതിപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ടേക്കാണ്. ഇവിടെ അവരിനിയിപ്പോൾ ലൈറ്റ് എന്തോ എർത്തിൻ്റെ എന്തോ ശകലം പ്രശ്നമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് ഏരിയ. ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, വർക്ക് ഏരിയ. ബാക്കി ഇവിടെയൊക്കെ ഞങ്ങൾ അടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സാധനം കൊണ്ട് വെച്ചാൽ മാത്രം മതി. പിന്നെ ഞങ്ങൾ തൽക്കാലം പെയിൻറ്റ് പോയിരിക്കുന്നിടത്ത് പെയിൻറ്റ് അടിക്കാമെന്നൊരിതുണ്ട്. ഏതായാലും നമ്മൾ താമസിക്കാൻ വരുന്നതല്ലേ, ഇപ്പം പെയിൻ്റൊക്കെ അടിച്ചേക്കാൻ ഓർത്തു. അവിടെയൊക്കെ മഴയുണ്ടോ? നിങ്ങളുടെ അടുത്തൊക്കെ മഴയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെയൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ്, കുറച്ച് തോർച്ചയൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് ഇറങ്ങിയത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി. ഭയങ്കര മഴയാണിപ്പം. 2 ദിവസമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിവിടെ ഒരു പേരയുണ്ടല്ലേ,
ഒരു പേരയുണ്ട്, പക്ഷെ അത് റോഡിലേക്കാണ് നിൽക്കുന്നത്. ഒരു മുരിങ്ങ നിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മുരിങ്ങയിലത്തോരൻ. മുരിങ്ങ നിപ്പുണ്ട്, അത് പക്ഷേ പൊക്കത്താണ് ഇലയൊക്കെ. ഒരു മാവും ഉണ്ട്. മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരു വൃത്തിയില്ലാത്തവരായിരുന്നു തോന്നുന്നു താമസിച്ചത്. ഇതുപോലെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. അല്ല, ഇവരൊന്ന് വൃത്തിയാക്കി തന്നാലും കുഴപ്പമില്ലായിരുന്നു. സാധാരണ വാടകയ്ക്ക് താമസിക്കുമ്പം അവർ വൃത്തിയാക്കി തരേണ്ടതാണ്. ഞാൻ അല്ലൂനെ ഒത്തിരി കാണിക്കുന്നില്ല. അല്ലൂനെ ഒത്തിരി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാട്ടോ. കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സാധനം അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലൂനെ കാണിക്കാൻ എനിക്ക് പേടിയാണ്. നമ്മൾ അല്ലൂനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കോപ്പിറൈറ്റ് അടിക്കും. നിന്നെ പിന്നെ കാണിക്കാം. ഭയങ്കര കിളയും കാര്യങ്ങളൊക്കെയാണ്. കൊച്ച് കിട്ടിയ അവസരം മുതലാക്കുക. പനി പിടിച്ച് കൊച്ചിന് ഇന്ന് സ്കൂളിൽ വിടാതിരുന്ന കേട്ടോ ഞാൻ. പക്ഷേ ഇന്ന് മിക്കവാറും സ്കൂളിൽ വിട്ടതായിരുന്നു നല്ലത്. ഇവിടെയൊക്കെ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ടേ. ആകെ മൊത്തം മഴയൊക്കെ ആയിരുന്നു. ഒരു ചീഞ്ഞ കാലാവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ മഴ ഒത്തിരി ഒന്നും കിട്ടിയില്ല. എങ്കിൽ പോലും മഴ ഇങ്ങനെ തോരാതെ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കും അങ്ങോട്ട് ഇഷ്ടമല്ലല്ലോ. മഴ പെയ്തില്ലേലും കുറ്റം, മഴ പെയ്താലും കുറ്റം, ആ ഒരവസ്ഥയാണ്. അപ്പുറയൊക്കെ ഒരു വീട് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല നല്ല ചെടികളൊക്കെ കാണുന്നുണ്ട്. അതിട്ട് വെട്ടാതെ മോനെ, വാക്കത്തിട, അത് പോകും, പോകും. ഞങ്ങളുടെ ഇടുക്കിയിലെ പ്രദേശങ്ങളൊക്കെയാണ് ഇതൊക്കെ. നല്ല വെയിൽ വന്നു അല്ലേ? നല്ല വെയിലുണ്ട്. ഞാൻ തുണിയൊന്നും പിറക്കിയിടാതെയാണ് പോകുന്നത്. തുണിയൊക്കെ അലക്കി ഇട്ടിട്ട് പോന്നു. തുണി പിറക്കിയിടാനുള്ള ആ ഒരു സാവകാശം കിട്ടിയില്ല. അതുമല്ല ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തുണി പിറക്കിയിട്ടില്ല. പക്ഷേ നല്ല വെയിലുണ്ട്. നമ്മൾ ഈ വീട്ടമ്മമാരൊക്കെ കൂടുതലും തുണി പിറക്കിയിടാനാണ് സമയങ്ങൾ മഴയായി കഴിയുമ്പോഴത്തേക്കും ചിലവഴിക്കുന്നത്. കാരണം എന്ത് ചെയ്താലും ഈ തുണി ഉണങ്ങത്തില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിൽ കൂടുതലായിട്ട് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഈ വീഡിയോ മാത്രമല്ല, നമ്മുടെ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ട്രാവൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തടുത്ത് നിങ്ങൾക്കൊക്കെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. കുന്നുകളാണെങ്കിലും മലകളാണെങ്കിലും വെള്ളച്ചാട്ടമാണെങ്കിലും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ, നമുക്ക് ഞായറാഴ്ചയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, ആ ഒരു ടൈമിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളും വീഡിയോ എടുക്കാം, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ പിടിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മറക്കരുത്, അത് ആവശ്യമാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ആ ഒരു ബെല്ലൈക്കണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയും നിങ്ങൾക്ക് അപ്പം തന്നെ വീഡിയോ കാണുകയും ചെയ്യാം. ഇതിങ്ങനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എല്ലാ യൂട്യൂബേഴ്സും പറയുന്നതാണ് ഈ ബെല്ലൈക്കൻ്റെ കാര്യം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ അങ്ങ് പറഞ്ഞ് നമ്മൾ ശീലിച്ചത് കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണേ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ഞാൻ എടുക്കാം. ഇപ്പം കുറേ ആയി. ഞാൻ ഇനി ഇച്ചിരി ചെന്നൊന്ന് സഹായിക്കട്ടെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ചുമ്മാ പരിങ്ങി നടക്കാം. അപ്പോൾ ഒന്ന് ചെന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ പോരിയല്ലേ, വലിച്ചു കഴിഞ്ഞാൽ പോരിയല്ലേ? വലിച്ചു കഴിഞ്ഞാൽ പോരിയല്ലേ? ഇവിടെ ഇനി മണ്ണ് ഇവിടെ ഇനി വരില്ലേ, വെള്ളം വരില്ലേ? ആ മണ്ണിട്ട് നമുക്ക് ലെവൽ ചെയ്യാം. ഈ മണ്ണിട്ട് ലെവൽ ചെയ്താൽ മതി അല്ലേ? എന്താ കയ്യാലൊക്കെ ഒന്ന് അടച്ചു വെക്കണേ. ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. വേറെ ഒന്നുമല്ല, ഇവിടെ മഴയാണ്. മഴയ്ക്ക് മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിട്ട് ഇടാമെന്നൊക്കെ ഓർത്താണ്. പക്ഷെ നമുക്ക് ഇനി ഇടാമല്ലോ, വീഡിയോ ഒത്തിരി ഇടാമല്ലോ നമുക്ക്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ തന്നെ ഒത്തിരി ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ വരാം കേട്ടോ.
അപ്പോൾ തീർച്ചയായിട്ടും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജിൽജിൽ ചിന്നുവിലെ പ്രേക്ഷകരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇന്നലെയാണ് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഇട്ടത് എങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒത്തിരി നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.